വെൽക്കം ടു ക്രൊയേഷ്യ. യെസ്, നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ക്രൊയേഷ്യയിലെ റിയേക്ക എന്ന ഒരു ബീച്ച് ടൗൺ ആണ്. സ്ലൊവേനിയയുടെ ക്യാപിറ്റലായ ലുബ്ലിയാനയിൽ നിന്ന് കുറച്ച് ബീച്ച് വൈബ്സിന് വേണ്ടിയിട്ട് ഒരു ഡേ ട്രിപ്പ് ആയിട്ടാണ് ഞങ്ങൾ ഈ കോസ്റ്റൽ ടൗണിലേക്ക് വന്നത്. ആൻഡ് വി ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ. ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് ഒരു ഡേ ട്രിപ്പിനായിട്ട് റിജേക്ക പോവാണ്. റിയേക്ക ഇൻ ക്രൊയേഷ്യ. സ്ലൊവേനിയയിൽ നിന്നും ഈസിലി പോയിട്ട് വരാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് ഇതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ക്രൊയേഷ്യ. ക്രൊയേഷ്യയുടെ ക്യാപിറ്റലായ സാഗ്രബിലേക്ക് ഇവിടുന്ന് ഫ്രീക്വന്റ് സർവീസസ് ഉണ്ട്. ബട്ട് ഞങ്ങൾ പോയത് കുറച്ചുകൂടെ സൗത്തിലേക്കുള്ള റിയേക്ക എന്ന ഒരു ചെറിയ ടൗണിലേക്കാണ്. ഞങ്ങൾ റിയേക്ക ചൂസ് ചെയ്തതിന്റെ മെയിൻ റീസൺ ആണ് അവിടുത്തെ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടേഴ്സ് ഉള്ള ബീച്ചസ്. ഞങ്ങൾ ഒത്തിരി മിസ് ചെയ്യുന്ന ഒന്നായിരുന്നു ഈ ബീച്ച് വൈബ്സ്. സോ വി ആർ സോ എക്സൈറ്റഡ്. ഞങ്ങൾ ലുബ്ലിയാനയിലെത്തി 3 days കുറേ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് 4th day റിയേക്കയിലേക്ക് വന്നത്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഡു വാച്ച് ദം ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്. ഗുഡ് മോർണിംഗ് ഫ്രം ക്രൊയേഷ്യ. രാവിലെ സ്റ്റേഷനിലെത്തി ഒരു കഫേയിൽ നിന്ന് ഒരു കോഫിയൊക്കെ കുടിച്ച് ഫ്രഷ്നപ്പ് ആയ ശേഷം ഞങ്ങൾ പോകുന്നത് ഒരു ബീച്ചിലേക്കാണ്. പോപ്പുലർ ഡെസ്റ്റിനേഷൻ ഒന്നും അല്ല ഈ റിയേക്ക. ഇത് മെയിൻലി ഒരു പോർട്ട് ടൗൺ ആണ്. ഒരു 2-3 നല്ല ബീച്ചസും ഓൾഡ് ടൗണും ഒക്കെയാണ് ഇവിടെ കാണാനുള്ളത്. കുറച്ച് പോപ്പുലർ ആയ 2 ബീച്ചസ് ആണ് ഇവിടെ ഉള്ളത്. ഒന്ന് സാബ്ലിസേവോ, 2 ഗ്ലാവനോവോ. നമ്മൾ ആദ്യം പോകുന്നത് ഗ്ലാവനോവോ എന്ന ബീച്ചിലേക്കാണ്. റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ തന്നെയുള്ള ബസ് സ്റ്റോപ്പിൽ നിന്നാ ഈ ബീച്ചിന്റെ അടുത്ത് വരെ പോകുന്ന ഒരു ബസ് വരും. കയറി ടിക്കറ്റ് എടുത്ത് ഒരു 10 to 15 minutes സ്ഥലം എത്തും. സോ സിമ്പിൾ. സോ ലുബ്ലിയാനയിൽ നിന്ന് 2.5 hours ഒരു ട്രെയിൻ എടുക്കുകയാണെങ്കിൽ യു ക്യാൻ റീച്ച് റിയേക്ക. ആൻഡ് വി ഹേർഡ് ദാറ്റ് ദർ ആർ ബ്യൂട്ടിഫുൾ ബീച്ചസ് ഹിയർ, 2 or 3. ഇത് ബേസിക്കലി ഒരു പോർട്ട് ടൗൺ ആണ്, ബട്ട് സ്റ്റിൽ ദർ ആർ ലോട്ട് ഓഫ് ഗുഡ് beach vibes, and we are going to visit one such beach. Yeah, we can. And it is here. Okay. Oh my god, beautiful. അടിപൊളി വ്യൂ. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്ക്, ഇവിടെ നിന്ന് ഇങ്ങനെ നോക്ക് എടുത്ത്. Look at the view, Anu. Really nice, Anu. Yeah. And finally we made it to one of this beautiful beach in the northern Adriatic Sea in Rijeka in Croatia. And Annuna ipa thana velladil chadanam, so we are going to go there. ഗ്ലാവനോവോ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബീച്ചാണ്. ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയ കുറേ സ്പോട്ട്സ് ഇവിടെ ഉണ്ടെന്നാണ് വ്ളോഗ്സിലും റീൽസിലും ഒക്കെ കണ്ടത്. ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, ആദ്യം തന്നെ ഈ ബ്ലൂ ബീച്ച് ബാക്ക്ഗ്രൗണ്ട് ആക്കി കുറച്ച് ഫോട്ടോസ് എടുക്കാം. കാണുന്നതാണ് ആഡ്രിയാറ്റിക് സീ. ഗ്രീസ്, ടർക്കി, അൽബേനിയ, മോണ്ടിനീഗ്രോയിലൊക്കെയുമുള്ള നല്ല ക്ലിയർ ബ്ലൂ ബീച്ചസ് എല്ലാം ഈ ആഡ്രിയാറ്റിക് സീയുടെ പല സ്ട്രെച്ചസ് ആണ്. നാട്ടിലെ നല്ല ബീച്ചസിലെല്ലാം കറങ്ങി നടന്ന് ഇപ്പൊ ജർമ്മനിയിൽ താമസിക്കുന്ന ഞങ്ങൾക്ക് ശരിക്കും മിസ് ചെയ്യുന്ന ഒന്നാണ് ഈ ബീച്ചസ്. അതുകൊണ്ട് തന്നെ ശരിക്കും എക്സൈറ്റഡ് ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തുന്നത്. നല്ല വെതറും ഈ ബീച്ചും എല്ലാം കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ഹാപ്പിയായി. ജസ്റ്റ് 50 meters മാത്രം നീളമുള്ള, വേവ്സ് ഒന്നും ഇല്ലാത്ത ഒരു ചെറിയ പെബിൾ ബീച്ചാണ് ഗ്ലാവനോവോ. ഒരു ക്ലിഫിൻ്റെ അടിയിലുള്ള ഒരു ചെറിയ സ്പേസ്. ആൻഡ് ആക്സസിബിലിറ്റിയും കുറച്ച് ഹാർഡാണ്. സ്റ്റെപ്സ് ഒക്കെ ഇറങ്ങി വേണം വരാൻ. ആൻഡ് ഞങ്ങൾ ഏകദേശം 11 മണി അടുപ്പിച്ചാണ് ഗ്ലാവനോവോ ബീച്ചിലെത്തുന്നത്.
ചെറിയ പെബിൾസ് ഉള്ള അത്ര സ്റ്റീപ്പ് ഡിസെൻറ്റ് ഇല്ലാത്ത ഒരു കിഡ്സ് ഫ്രണ്ട്ലി ബീച്ചാണ് ഗ്ലാവനോവോ. അന്നുവിന് അതുകൊണ്ട് തന്നെ കുറേ നേരം വെള്ളത്തിൽ കിടന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. ബീച്ചിൽ ഇറങ്ങിയില്ലെങ്കിലും ഇവിടുത്തെ കാഴ്ചകൾ തന്നെ ഒരു നല്ല ഫീലാണ്. ക്രിസ്റ്റൽ ക്ലിയർ വെള്ളവും പിന്നെ ഈ റോക്കി ബാക്ക്ഡ്രോപ്പിൽ കുറേ ഫോട്ടോസും കൂടി എടുത്തപ്പോൾ ഞാൻ ഡബിൾ ഹാപ്പി. എങ്ങനെയുണ്ട് ബീച്ചിൽ ഇറങ്ങുന്നില്ലേ? നീന്തൽ അറിഞ്ഞൂടാത്തവർക്ക് പറ്റിയ ബീച്ചല്ല. ഏകദേശം 1 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഗ്ലാവനോവോ ബീച്ചിൽ നിന്നും പാക്കപ്പ് ചെയ്തു. വന്നപ്പോൾ വലിയ എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ലായിരുന്നെങ്കിലും ഈ ബീച്ച് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു, എസ്പെഷ്യലി അന്നു. ഇങ്ങനത്തെ സെക്ലൂഡഡ് ബീച്ചസിൻ്റെ ഒക്കെ ഒരു ഡൗൺ സൈഡ് എന്താണെന്ന് വെച്ചാൽ ബീച്ചിനടുത്ത് റെസ്റ്റോറൻറ്റ്സും ഷോപ്സും ഒന്നും കാണില്ല. സോ എയ്തർ നമ്മൾ ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ട് വരണം ഓർ ബീച്ചിൽ നിന്ന് മാറി വേറെ എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കണം. ഞങ്ങൾ കുറച്ച് സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നെങ്കിലും ഇത്രയൊക്കെ ആക്ടിവിറ്റീസ് കഴിഞ്ഞപ്പോൾ കുറച്ച് വിശന്ന് തുടങ്ങി. സോ ഈ ബീച്ചിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഒരു ലഞ്ച്, അതാണ് അടുത്ത പരിപാടി. That was an amazing experience. Look at the car. അങ്ങനെ കുറച്ച് ബീച്ച് ടൈം കഴിഞ്ഞു and we are going. Anu, you had a great swim. Bye bye Adriatic Sea. എങ്ങനെ ഉണ്ടായിരുന്നു രാക്കു എക്സ്പീരിയൻസ്? വെള്ളത്തിൽ ഇറങ്ങാത്ത എനിക്കറിയത്തില്ല, ബട്ട് സ്റ്റിൽ That was a great experience. നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളവും ടോർക്കോയ്സ് ബ്ലൂ കളർ കടലും അഡ്രിയാറ്റിക് സീയുടെ നല്ല കാം വൈബ്സും സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. We had a lot of fun. Will definitely recommend this beach for you. Let's see this. നമ്മൾ പോയ ഗ്ലാവനോവോ ബീച്ച് പോലെ തന്നെ പോപ്പുലർ ആൻഡ് ബ്യൂട്ടിഫുൾ ആണ് ഈ സാബ്ലിസേവോ ബീച്ചും. അവിടുത്തെ ബീച്ച് ടൈം കഴിഞ്ഞ് ഈ ബീച്ചിലും കൂടി വരാമെന്നാണ് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. ബട്ട് ഓൾറെഡി തന്നെ കുറേ ബീച്ച് ടൈം ആയതുകൊണ്ട് തന്നെ ഇത്തവണ നമുക്ക് സാബ്ലിസേവോ സ്കിപ്പ് ചെയ്തേക്കാം. ഇവിടെ വന്നതിൻ്റെ മെയിൻ ലക്ഷ്യം ബീച്ചിൽ കളിക്കുക എന്നുള്ളതായിരുന്നു. ആക്ടിവിറ്റി കഴിഞ്ഞു. സോ മേ ബി ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചൊന്ന് ചാർജ് ആയ ശേഷം ഇവിടുത്തെ ഓൾഡ് ടൗൺ സ്ക്വയറും പിന്നെ അങ്ങനത്തെ ചുറ്റുവട്ടമുള്ള മേ ബി നടന്ന് കാണാൻ പറ്റുന്ന കുറച്ച് സ്ഥലമെല്ലാം കണ്ടിട്ട്
നേരെ തിരിച്ച് ലൂബ്ലിയാനയിലേക്ക് ബസ്സിൽ പോകണം. ആൻഡ് ബിഫോർ ദാറ്റ് വി നീഡ് ടു ഈറ്റ് സംതിങ് ബിക്കോസ് വി ആർ really tired and dehydrated. Need to have something cold, and after that again back to Ljubljana, city of dragons. സാബിൾസോവോ ബീച്ചിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻ്റ് ഉണ്ട്, ഒരു ഹോട്ടൽ ഗാർഡൻ. ഇവിടെ നിന്നാണ് ഇന്നത്തെ ലഞ്ച്. മെനുവിൽ നിന്ന് കഴിക്കാൻ പറ്റുമെന്ന് തോന്നിയ കുറച്ച് ഐറ്റംസ് ആണ് ഓർഡർ ചെയ്തത്. ബട്ട് ദേ വെർ ഓൾ ഡിസപ്പോയിൻറ്റിങ്. പിന്നെ കുറച്ച് ഡ്രിങ്ക്സും ഡെസേർട്ട്സും ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. ലൂബ്ലിയാനയിൽ തിരിച്ചെത്തി ഒരു നല്ല ഡിന്നർ കഴിക്കാമെന്നുള്ളതാണ് ഒരു പ്രതീക്ഷ. സ്റ്റേ ചെയ്യാനായിട്ട് റിയേക്കയിലെ ഈ ഒരു ഹോട്ടൽ നല്ല ഓപ്ഷൻ ആയിരിക്കും. ആഡ്രിയാറ്റിക് സീയുടെ അടിപൊളി വ്യൂസ്, പിന്നെ 2 മെയിൻ ബീച്ചസിലേക്കുള്ള ക്ലോസ് പ്രോക്സിമിറ്റി, അങ്ങനത്തെ എല്ലാം കൊണ്ടും ഒരു സേഫ് ഓപ്ഷൻ ആയിരിക്കും. അങ്ങനെ ഈ ട്രിപ്പിൽ നമ്മൾ പ്ലാൻ ചെയ്ത എല്ലാ മെയിൻ ആക്ടിവിറ്റീസും കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി ഇവിടുത്തെ ഓൾഡ് ടൗൺ സ്ക്വയറിലൂടെ ചുമ്മാ ഒന്ന് കറങ്ങണം. ബീച്ചിന്റെ അടുത്ത് നിന്ന് ഈസിലി ബസ്സിലോ ടാക്സിയിലോ ഓൾഡ് ടൗണിൽ എത്താൻ പറ്റും. റിയേക്ക ഓൾഡ് ടൗണിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെങ്കിലും ചുമ്മാ സ്ട്രീറ്റ്സിലൂടെ എല്ലാം നടന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ചൊന്ന് റിലാക്സ് ചെയ്യാം. So we are in Rijeka Old Town Square. ഇതുവഴി നടന്ന് ലൂബ്ലിയാനയിലേക്കുള്ള ബസ് ഉള്ള സ്റ്റേഷനിലെത്തും. ആൻഡ് ഫ്രം ദെയർ ബാക്ക് ടു ലൂബ്ലിയാന, സ്ലോവേനിയ. ഞങ്ങൾ വന്ന ദിവസം ഇവിടുത്തെ ഏതോ ഒരു പബ്ലിക് ഹോളിഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ മിക്ക ഷോപ്സും തുറന്നിട്ടില്ല. കഫേസും റെസ്റ്റോറൻറ്റ്സും മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. അങ്ങനെ നടന്ന് ഓരോ ജലാറ്റോയും കഴിച്ച് ഓൾഡ് ടൗൺ എക്സ്പ്ലോർ ചെയ്ത ശേഷം ഒരു ഈവനിങ്ങോടുകൂടി ഞങ്ങൾ ലൂബ്ലിയാനയിലേക്ക് തിരിച്ചുപോയി. ലൂബ്ലിയാനയിൽ 3 ദിവസത്തേക്കുള്ളിൽ സ്റ്റേ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു ദിവസം ഇതുപോലെ വന്ന് ബീച്ച് വൈബ്സ് ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഡെസ്റ്റിനേഷനാണ് റിയേക്ക. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇൻ ഫ്യൂച്ചർ എപ്പോഴെങ്കിലും ഇതുവഴി വരുമ്പോൾ ഇവിടെ കുറച്ചുകൂടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ബൈ. Fountain, not that.